രോഗബാധിതരായ കുഞ്ഞുങ്ങളുടെ ചികിത്സയ്ക്കായി സഹായം തേടുകയാണ് പേരൂർക്കട സ്വദേശിയായ സതീഷ് കുമാർ. സെറിബ്രൽ പാൾസി എന്ന രോഗം ബാധിച്ച 3 പെൺകുഞ്ഞുങ്ങൾക്കായി നമുക്കും കരുതലിന്റെ കരം നീട്ടാം. താങ്ങില്ലാതെ തളർന്നു നിൽക്കുന്ന ഈ കുടുംബത്തിന് സുമനസ്സുകളുടെയും അധികൃതരുടെയും സഹായം അനിവാര്യമാണ്. നമ്മൾ ഈ കയറി ചെല്ലുന്നത് ഒരു കുഞ്ഞു കിളിക്കൂട്ടിലേക്കാണ്. കളിച്ചിരി ബഹളങ്ങളില്ലാത്ത, സങ്കടവും നിരാശയും അപ്പാടെ വിഴുങ്ങാൻ കാത്തിരിക്കുന്ന ഒരു കുഞ്ഞുകൂട്. ഇവിടെ ഈ മനുഷ്യന്റെ തണലിൽ ഒരമ്മക്കിളിയും ആ ചൂടിൽ ചിറകുറച്ച് പറക്കാൻ കഴിയാതെ അഭയം തേടിയ 3 കുഞ്ഞിക്കിളികളുമുണ്ട്. പണി തീരാത്ത കെട്ടിടത്തിന്റെ മുകൾ നിലയിലെ ഈ ഇത്തിരിയിടത്താണ് സതീഷ് കുമാറും ബിൻസിയും 3 കുഞ്ഞുങ്ങളോടൊപ്പം കഴിയുന്നത്. ഇരുമ്പ് ഷീറ്റ് പാകിയ കൂരയ്ക്ക് കീഴെ വിയർപ്പ് പൊടിഞ്ഞ 3 കുഞ്ഞുമുഖങ്ങൾ. ഉച്ചത്തിൽ ഉയർന്നു കേൾക്കുന്ന പാട്ടിന് കാതോർത്ത് ഉള്ളിലേക്ക് കയറി വന്ന അപരിചിത മുഖങ്ങളെ തെല്ലു പരിഭ്രമത്തോടെ നോക്കുകയാണ് 15 വയസ്സുകാരി ബ്ലസ്സി. പരിചിതമല്ലാത്ത ശബ്ദങ്ങൾ അവളെ ഭയപ്പെടുത്തും. ഇടതുവശം പൂർണ്ണമായും തളർച്ച ബാധിച്ച് അമ്മച്ചൂടിൽ ആ നെഞ്ചോട് പറ്റിച്ചേർന്ന് 4.5 വയസ്സുകാരി സാറ. ഒരു കുഞ്ഞു പുഞ്ചിരി ആ മുഖത്ത് ഇടയ്ക്കിടെ മിന്നിമായുന്നുണ്ട്. കുറുമ്പ് നിറഞ്ഞ മുഖവും കൗതുകം നിറഞ്ഞ കണ്ണുകളുമായി എന്നെ ഉറ്റുനോക്കിയ 6.5 വയസ്സുകാരി. സെറിബ്രൽ പാൾസി ബാധിച്ച 3 കുഞ്ഞുങ്ങളുമായി മുന്നോട്ടെന്തെന്നറിയാതെ ജീവിതത്തോട് പടപൊരുതുകയാണ് കൂലിപ്പണിക്കാരനായ സതീഷ്. സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയോ വീടോ ഇല്ല. സഹോദരന്റെ വീടിന്റെ മുകൾ നിലയിലാണ് താമസം. 3 കുഞ്ഞുങ്ങളും ശ്രീചിത്രയിൽ ചികിത്സയിലാണ്. വീട് വയ്ക്കുന്നതിനും ധനസഹായത്തിനുമായി മുട്ടാത്ത വാതിലുകളില്ല. കുഞ്ഞുങ്ങളുടെ ആരോഗ്യാവസ്ഥ ചൂണ്ടിക്കാട്ടി മുൻ മുഖ്യമന്ത്രിക്കടക്കം കത്തു നൽകിയെങ്കിലും നിരാശ മാത്രമായിരുന്നു ഫലം. ഒരു മാസം മരുന്നിനായി മാത്രം 60,000 രൂപയോളം ചിലവ് വരും. ആ പണം കൂലിപ്പണി ചെയ്ത് കണ്ടെത്താൻ കഴിയാത്തതിനാൽ പലപ്പോഴും കുഞ്ഞുങ്ങളുടെ മരുന്നുകൾ മുടങ്ങുകയാണ്. തുടർ ചികിത്സയ്ക്ക് വേണ്ടുന്ന സാമ്പത്തികം ഒന്നാമത്, പിന്നെ അത് കഴിഞ്ഞ് നല്ല ട്രീറ്റ്മെൻറ്റ് കുഞ്ഞുങ്ങൾക്ക് നൽകണം. അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് അവർക്കൊരു മുക്തി പ്രാപിക്കണം. തുടർ ചികിത്സയ്ക്കായി ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ എത്തിച്ചാൽ കുഞ്ഞുങ്ങളുടെ നിലവിലെ അവസ്ഥയ്ക്ക് കുറച്ചുകൂടി ഭേദമുണ്ടാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഈ മക്കൾക്ക് മുൻപിൽ നമുക്ക് കരയാനാകില്ല. ചിരിച്ച മുഖങ്ങൾ കാണുന്നതാണ് ഇവർക്കിഷ്ടം. സെറിബ്രൽ പാൾസിക്കൊപ്പം ബ്രെയിൻ ട്യൂമർ സമ്മാനിക്കുന്ന അസഹ്യമായ വേദനയ്ക്കിടയിലും ഈ കുഞ്ഞുമാലാഖ ചിരിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളുടെ പുഞ്ചിരി കണ്ടവർക്ക് ആർക്കും ഇവർക്ക് നേരെ സഹായത്തിന്റെ കരം നീട്ടാതിരിക്കാനാവില്ല അല്ലേ? ഇവരിങ്ങനെ മനസ്സ് തുറന്നു ചിരിക്കട്ടെ, നമുക്കും കൈകോർക്കാം. ടാറ്റ കൊടുത്തേ.